ഹായ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എനിക്കൊരു ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും ഇതുവരെയും ലൈക്ക് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ക്യാരറ്റ് ട്രഫിളാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കൊരു പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു റെസിപ്പി. ഇതിന് വേണ്ടിയിട്ട് 200 ഗ്രാം ക്യാരറ്റ് എടുക്കുക. അതിൻ്റെ സ്കിന്നെല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്യുക. അതിനുശേഷം ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഒരു പാനിലേക്ക് ഒരു അരക്കപ്പ് വാട്ടറും അതുപോലെ തന്നെ ഹാഫ് കപ്പ് ഷുഗറും കൂടെ ചേർത്തിട്ട് ഇതിനെ ചൂടാക്കാനായിട്ട് വെക്കുക. ഈ വെള്ളം തീരുന്നത് വരെ നമ്മൾ ഒഴിച്ചിരിക്കുന്ന ഈ ക്യാരറ്റ് വാട്ടറും അതുപോലെ തന്നെ ഷുഗറും കൂടെ ചേർത്തിട്ടാണ് നമ്മളിതിനെ ചൂടാക്കുന്നത്. അപ്പോൾ ആ വെള്ളം തീരുന്നത് വരെയും നമുക്ക് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യാം. അത് നന്നായിട്ട് വെള്ളം പോയി കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് വെച്ചിട്ട് ഇതിനെ നല്ല പേസ്റ്റാക്കി എടുക്കണം. ഇത് നല്ലപോലെ പേസ്റ്റ് ആയതിനു ശേഷം നേരത്തെ എടുത്ത് അതേ പാനിൽ തന്നെ വീണ്ടും ഇതിനെ തിരിച്ചിട്ടിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിൽ സിനമൺ പൗഡർ ചേർക്കുന്നുണ്ട്. പട്ടയുടെ പൊടി ഒരു ഹാഫ് ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. പട്ട വേണ്ടാന്നുണ്ടെങ്കിൽ സിനമണിന് പകരം കാഡമം പൗഡർ ചേർത്താലും മതി, ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുത്താലും മതി. വീണ്ടും തിരിച്ച് ഇതുപോലെ തന്നെ ഞാൻ വീണ്ടും വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് തന്നെയാണ് ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ടുള്ളത്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ചൂട് പോകാനായിട്ട് ഞാൻ മാറ്റി വെച്ചു. ഇനി ഞാൻ ഗനാഷ് ഉണ്ടാക്കുകയാണ്. ഗനാഷയ്ക്ക് വേണ്ടിയിട്ട് 100 ഗ്രാം ക്രീമും 200 ഗ്രാം ചോക്ലേറ്റും വെച്ചിട്ട് ഡബിൾ ബോയിലർ മെത്തേഡിൽ ഗനാഷ് ഉണ്ടാക്കി ഒരു 1 അവറിൽ നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കണം. സെറ്റായതിന് ശേഷം നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ ഞാൻ തേച്ചിട്ടതിന് ശേഷം ഇതിനെ ഓരോ ബോൾസാക്കി എടുക്കുകയാണ്. നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ക്യാരറ്റിൻ്റെ അതിനെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അവിടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഗനാഷ് കൊണ്ട് ഫില്ല് ചെയ്യണം. ഈ ഗനാഷ് വേഗം സെറ്റ് ആവാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കിയിട്ട് നേരത്തെ 100 ഗ്രാം ക്രീമും 200 ഗ്രാം ചോക്ലേറ്റും വെച്ച് ഉണ്ടാക്കുന്ന ഗനാഷ് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ വേഗം സെറ്റാവും. അതിനുശേഷം ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് എല്ലാം ബോളും റെഡിയായി കഴിയുമ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൊണ്ട് ഡെക്കറേഷൻ ചെയ്തു.